പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ജെൻഡർ പൊളിറ്റിക്സ് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. നമ്മുടെ നിർമ്മിത വർത്തമാന കാലഘട്ടം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരുപാട് പുരോഗമനപരമായ അംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണെന്ന് മേനി നടിക്കുകയും എന്നാൽ പല വിഷയങ്ങളിലും ഏറ്റവും യാഥാസ്ഥിതികമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രക്രിയയാണ് നമ്മുടേത് എന്നുള്ളതാണ്. പല മേഖലകളിലും വമ്പിച്ച മുന്നേറ്റങ്ങൾ മലയാളികൾ നേടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജെൻഡർ വിഷയങ്ങളിൽ അങ്ങേയറ്റം യാഥാസ്ഥിതികമായ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന ജീവിയെ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് മനുഷ്യൻ അത് രൂപപ്പെട്ട് വരുന്നത് തന്നെ ഒരു സാമൂഹ്യ സംഘർഷങ്ങളുടെയും സാമൂഹ്യ ചലനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ മറ്റ് ജീവികളെപ്പോലെ പ്രകൃതിയിൽ പെറ്റുവീണ് വികസിച്ച് വരുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ. മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് നമ്മൾ പറയുന്നതിന് പിന്നിലുള്ള രഹസ്യം തന്നെ അതാണ്. ഇപ്പോൾ സാമൂഹ്യ ചലന നിയമങ്ങൾ, സാമൂഹ്യമായ ഇടപെടലുകൾ എന്നിവയിലൂടെ വികസിച്ച് വരുന്നതാണ് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ്റെ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയുന്നത്. ഈ രീതിയിൽ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ സ്ത്രീ പുരുഷൻ തുടങ്ങിയ നമ്മൾ ഇത്രയും കാലം പരിശീലിച്ച് വന്ന ബൈനറി ആയിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ ഇരിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണകൾ ഓരോ സമൂഹത്തിനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു സ്ത്രീ എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ പെരുമാറ്റച്ചട്ടങ്ങൾ എന്തായിരിക്കണം, ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായ ചില നിലപാടുകൾ ഓരോ സമൂഹത്തിനും ഉണ്ട് എന്ന് മാത്രമല്ല, ശരീരം എങ്ങനെ പ്രകടമാവണം, യഥാർത്ഥത്തിൽ സാമൂഹ്യമായ ബന്ധങ്ങളിൽ നിന്ന് മനുഷ്യൻ എന്ന രീതിയിൽ സ്ത്രീയും പുരുഷനും പ്രത്യക്ഷപ്പെടുമ്പോൾ ശാരീരികമായ ഒരു പ്രത്യക്ഷപ്പെടൽ, സ്ത്രീയുടെ ശരീരം എങ്ങനെ ഇരിക്കണം, പുരുഷൻ്റെ ശരീരം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണകൾ വെച്ച് പുലർത്തുകയും അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ലിംഗപദവി അല്ലെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീയും പുരുഷനും സെക്ഷലായിട്ട് യഥാർത്ഥത്തിൽ സെക്സ് അഥവാ ലൈംഗികമായിട്ടുള്ള അവരുടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ഉള്ള വേർതിരിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലിംഗപദവി എല്ലായ്പ്പോഴും സാമൂഹ്യമായ ഒരു ചുറ്റുപാട് രൂപപ്പെടുകയാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ വഴുതിപ്പോകാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതുമല്ല സമൂഹം. ഏതെങ്കിലും ഒരാൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരുമാറുകയോ ഇതിൽ നിന്ന് വഴുതിപ്പോവുകയോ ചെയ്യുമ്പോൾ അവരെ വീണ്ടും തിരിച്ചിതിനേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്ന ഒട്ടും നമുക്ക് കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ചില നിരീക്ഷണ വലയങ്ങൾ, അഥവാ നേരത്തെ ഫൂക്കോയൊക്കെ സൂചിപ്പിച്ച പോലെ ചെറിയ ചെറിയ ജയിലുകൾക്കകത്ത് നിലനിൽക്കുന്ന ഒരു വലിയ വിശാലമായ ജയിൽ എന്ന് പറയുന്നത് പോലെ ചെറിയ ചെറിയ നിരീക്ഷണ വലയങ്ങൾക്കകത്തുള്ള ഒരു വിശാലമായ നിരീക്ഷണത്തിൻ്റെ പരിധിക്കകത്താണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ നിലനിൽക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഈ രണ്ട് വിഷയങ്ങളെയും, ജെൻഡർ പൊളിറ്റിക്സും അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറയുടെയും വിഷയം വരുന്നത്. നിരീക്ഷണ ക്യാമറ എന്നുള്ളത് കൊണ്ട് പ്രത്യക്ഷ തലത്തിലുള്ള CCTV ക്യാമറ തന്നെ ആവണമെന്നില്ല. ഓരോ ആളും വളരെ വിശദമായി പരിശോധിക്കപ്പെടുകയും ഈ നിയമാവലികളിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയും സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ സാമൂഹ്യമായ ക്രമത്തിൽ ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഏതൊരു ചർച്ചയും എവിടെ വെച്ച് ആരംഭിക്കണം എന്നുള്ളതും ഒരു വലിയ വിഷയമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ 25 വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും പല മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ റീജിയണൽ കോളം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പത്രങ്ങളുടെ അവിടെ രൂപപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിൽ തന്നെയുള്ള ബൈനറി അല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ LGBT പോലുള്ള കാര്യങ്ങളൊക്കെ ഈ സമീപകാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം സമൂഹങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഒരിനം അവഗണനയോ എന്തോ ഒന്നും ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങളെ എവിടെ വെച്ചാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഞാൻ ഈ വിഷയം ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് നിങ്ങൾക്കൊക്കെ പരിചിതയായിരിക്കുന്ന ദീദിയോടാണ്. ഏത് മേഖലയിലാണ് നമ്മൾ ഈ വിഷയം ഉന്നയിക്കേണ്ടത്? അത് തെരുവിലാണോ, സാംസ്കാരിക വേദികളിലാണോ, കോളേജുകളിലാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും
സാമൂഹിക സംവിധാനങ്ങളിലാണോ, എവിടെയാണ് നമ്മൾ ഈ വിഷയം ഉന്നയിക്കേണ്ടത്? മാത്രമല്ല, ഈ നിരീക്ഷണത്തിൻ്റെ പരിധിക്കകത്ത് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ ഒരു വലിയ വിഷയമുണ്ട് നമ്മൾ നേരിടുന്നത്. അതും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയായ ദീദിയോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുക. മാഷ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നുള്ള മറുപടിയൊന്നുമായിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. മാഷ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. നമുക്കറിയാം എത്ര റിജിഡാണ് നമ്മൾ ജെൻഡറിനെ പറ്റിയുള്ള ബോധ്യങ്ങൾ. അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ കോംപ്രമൈസ് പോലും നടത്തേണ്ടി വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വില എത്രയാണ് എന്ന് നമുക്കറിയാം. ഈ ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നതും പാട്രിയാർക്കി എന്ന് പറയുന്നതൊക്കെ പുറത്തൊരു വാക്കല്ല എന്നും അത് അത്ര സ്ട്രോങ് ആയിട്ട് നമ്മളുടെയൊക്കെ മേലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. മാഷ് ചോദിച്ച് അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, തെരുവിൽ നിന്നാണോ? അത് ആക്ച്വലി അത് പുറത്തുനിന്നൊന്നും അല്ല തുടങ്ങേണ്ടതെന്ന് തോന്നുന്നു. അത് നമ്മൾ അകത്ത് നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഫുക്കോൻ്റെ ഈ പെനോപ്റ്റിക്കൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള സർവിയലൻസിൻ്റെ ഭയമാണ്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും. ഇപ്പോഴാണ് നമ്മൾ ഈ CCTV ക്യാമറകളുടെ അതിപ്രസരം വരുന്നത്, എപ്പോഴും നമ്മളുടെ പ്രൈവസി ഒരു ചോദ്യം ചാലഞ്ച് ചെയ്യപ്പെടുന്നതിനെ പറ്റി പറയുന്നത്, എപ്പോഴും നമ്മളുടെ ഈ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം, അത് എങ്ങനെയാണ് സ്റ്റേറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് വിഷയം അതായതുകൊണ്ട് നമുക്കറിയാം അതൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാണ്. നമ്മളുടെ പ്രൈവറ്റ് പേഴ്സണൽ ഡേറ്റ പുറത്തു വരുന്നത് എത്ര വില കൂടിയ ഒരു കാര്യമാണ്, അതിനെപ്പറ്റി കോൺട്രവേഴ്സികൾ നടക്കുക. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഈ പറഞ്ഞ ക്യാമറ, ഇറ്റ്സ് നോട്ട് ദ ഫിസിക്കൽ ക്യാമറ, പക്ഷേ ആ മോഡൽ ഉണ്ടല്ലോ, പെനപ്റ്റിക്കൻ എന്ന് പറയുന്നത്, അത് ഏറ്റവും കൂടുതൽ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സ്ത്രീകൾ. അതിവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം. നമുക്ക് തോന്നുകയാണ് ഈ ആ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യാമറയെ അല്ലെങ്കിൽ നമ്മൾ ആരാണോ നമ്മളെ നോക്കുന്നത് ആ ആളെ നമ്മൾക്ക് കാണാൻ പറ്റില്ല. അതായത് പ്രിസണിലുള്ള ഒരു ജയിൽ ബേർഡിനും അവിടെയുള്ള വാർഡൻസ്, ഇത് നോക്കുന്ന വാർഡൻസിനെ കാണാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യം അറിയാം, ദാറ്റ് ദേ ആർ അണ്ടർ സർവൈലൻസ്. ഈ സ്ത്രീ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, അവരുടെ മുമ്പിൽ അവരെ വാച്ച് ചെയ്യുന്ന ആരെയും കാണേണ്ടതില്ല. അതവർ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ഉറക്കത്തിൽ പോലും സ്ത്രീകൾ ഇന്നവേർ ഉറങ്ങാൻ പോകുമ്പോൾ പോലും അഴിച്ചു വെക്കാറില്ല. അഴിച്ചു വെക്കാതെ ഉറങ്ങുന്ന, കഴിഞ്ഞ ദിവസം മൈത്രേൻ്റെ എന്തോ ഒരു ടോക്കിൽ കേട്ടു, സാരി ഉടുത്ത് കടലിലിറങ്ങും. അവർക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതായത് ഒരു സ്ത്രീക്ക് ഉറങ്ങുന്നതിന് മുമ്പേ ഉറക്കത്തിൽ അർദ്ധബോധത്തിൽ പോലും ഉടുപ്പ് താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, എൻ്റെ അമ്മയൊക്കെ അൺകോൺഷ്യസ് ആയ ഒരു അര ദിവസം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കോമയിലേക്ക് പോയി അപ്പോഴൊക്കെ അമ്മ കോൺഷ്യസ് ആയിരിക്കുന്നത് അമ്മേൻ്റെ ഉടുപ്പ് താഴ്ത്തുന്നതിനെ പറ്റി, അത് നീങ്ങിപ്പോകുന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ അത് ആരും അമ്മേനെ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുന്നില്ല. നമ്മൾ ഈ സർവൈലൻസ് ക്യാമറയ്ക്ക് കീഴിലല്ല, അതൊന്നും അല്ലെങ്കിലും നമ്മളെല്ലാ സ്ത്രീകളെയും ഇൻറ്റേർണലൈസ് ചെയ്യിപ്പിച്ച് ദാറ്റ് യു ആർ ബീങ് വാച്ച്ഡ് എന്ന് പറയുന്ന, എപ്പോഴും ഈ ലുക്റ്റഡ്നെസ് എന്ന് പറയുന്ന അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛൻ്റെ പ്രായമുള്ള, അച്ഛനെ പോലെ നമുക്ക് ബഹുമാനം തോന്നുന്ന ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കാതെ മാറിൽ നോക്കി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഭയങ്കരമാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് കൂടുതലാണ്. ഞാൻ ബ്രസ്റ്റ് ക്യാൻസർ സർവൈവറാണ്. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞ ആൾക്കാർ വിചാരം അത് മാക്സ്റ്റെക്ടമി, വിച്ച് മീൻസ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ലംബക്ടമിയെ വേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ അത് തന്നെയാണോ എന്നുള്ള ഒരു അന്വേഷണമുണ്ട്. മുമ്പിൽ വരുന്ന ആൾക്കാരെ മിക്കപ്പോഴും ഞാൻ ഭയങ്കര ഭംഗിയുള്ള മാലകൾ ഇടാറുണ്ട്. കാരണം നിങ്ങൾ മുലയ്ക്ക് പകരം മാല നോക്കൂ എന്ന് പറയാൻ വേണ്ടി ഇടുന്ന മാലകളായിരുന്നു. അതെപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർ പരതുമ്പം എനിക്ക് കൂടുതൽ സങ്കടം വരും. കാരണം അവരെൻ്റെ സുഹൃത്തുക്കളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരും അവർ പരതുമ്പോഴാണ് എനിക്ക് പറയണം തോന്നും, ഞാൻ കാണിച്ചു തരാം, ആക്ച്വലി അത് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് കാണിച്ചു തരാമെന്ന് പറയാൻ തോന്നുന്ന സമയങ്ങളുണ്ട്. ഇത് ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരാളുടെ മാത്രം കാര്യമല്ല, ഇത് ഓരോ സ്ത്രീക്കും അറിയാം. അവളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഒരു സെക്സ് ഓർഗൻ പോലെയാണ്. ഇത്തിരി നീങ്ങിപ്പോയ കാലിൻ്റെ അറ്റോ അല്ലെങ്കിൽ കൈയിൻ്റെ അറ്റോ അല്ലെങ്കിൽ അതൊക്കെയും സെക്സ് ഓർഗനായിട്ട് ആ ബീയിങ് ലുക്ഡ് അറ്റ് എന്ന് പറയുന്നതിൻ്റെ അത് ഉള്ളിൽ പേറിക്കൊണ്ട്, അതുകൊണ്ട് നമ്മൾ ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ പോലും ഒരു സ്ത്രീക്ക് അത് ചെയ്യാൻ പറ്റില്ല. ക്യാൻസറിനെ പറ്റി പറഞ്ഞപ്പം അവനവന് ഏറ്റവും ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗം ബ്രസ്റ്റ് ക്യാൻസറാണ്. പക്ഷെ സ്ത്രീകളാരും അവർ ബ്രസ്റ്റ് തൊടാറില്ല എന്നുള്ളതാണ്. അതായത് തൊടാൻ ഒന്നാമത് അവർ ഈ ഇന്നവേറൊന്നും അഴിക്കാറ് തന്നെ ഇല്ല. ഉറങ്ങുമ്പോഴും നേരത്തെ ഇന്നവേർ ഇടും എന്ന് പറഞ്ഞ പോലെ അതെപ്പോഴും ഈ സർവൈലൻസ് അവരുടെ ചുറ്റുമുണ്ട്.
അത് എല്ലാവർക്കും ഭയങ്കര ജാഗ്രതയുണ്ട്. ജാതി മതം എല്ലാത്തിനും സ്ത്രീകൾ അവരുടെ വസ്ത്രം, അവരുടെ സദാചാരം, അവരെങ്ങനെ നീങ്ങുന്നു, എങ്ങനെ നടക്കുന്നു, അതിനെ ആശ്രയിച്ചാണ് രാജ്യം തന്നെ നിലനിൽക്കുന്നത്, ഇവിടുത്തെ സംസ്കാരം നിലനിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാ ഭാരവും കുടുംബത്തിൻ്റെ പേരുദോഷം, ക്ലാസ്സിൽ എല്ലാവരും പറയുന്നത് കേൾക്കാം, പെൺകുട്ടികൾ വരെ ക്ലാസ് ബങ്ക് ചെയ്യുന്ന കാര്യം, പെൺകുട്ടികൾ വരെ പബ്ബിൽ പോയ കാര്യം, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതൊക്കെ ഈ ഉള്ളിൽ ഇങ്ങനെ തുടക്കം മുതൽ, ജനിച്ചപ്പോൾ മുതൽ ഈ ക്യാമറ ഉണ്ടല്ലോ, ദാറ്റ് യു ആർ ബീൻ അണ്ടർ സർവേലൻസ് എന്ന് പറയുന്ന ഒരു സാധനം, ധാരണ ഉണ്ടല്ലോ, അത് ഉള്ളിൽ പേറിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ആരുമില്ലെങ്കിലും ഇത്ര അധികം വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു സ്ത്രീക്ക് നടക്കേണ്ടി വരുന്നത്. അല്ലാത്ത ഒരു കാര്യം അവളുടെ ഉള്ളിലാണ് അവൾ പേറുന്നത്. നമുക്ക് പുറത്തൊരു ക്യാമറ ആവശ്യമില്ല. അതെത്ര ആണിനോ അല്ലെങ്കിൽ മറ്റ് എന്താണ് ഐഡൻറ്റിറ്റി ഉള്ളവർക്ക് അതെങ്ങനെ കാണുന്നു, അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ബാക്കിയുള്ളവരെന്ത് പറയും എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതുകൂടാതെ ഈ റിജിഡിറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ട വില, അത് ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് പറയാൻ കൊടുക്കേണ്ട ബുദ്ധിമുട്ട്, നമ്മളുടെ സ്വീകാര്യതയുടെ പ്രശ്നം, നിയമങ്ങൾ പോലും ഇപ്പം ഇപ്പോൾ റീസെൻ്റ്ലി വലിയ ചർച്ചയായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ രാജ്യത്ത് ഒരേപോലെ നിലനിൽക്കേണ്ട ആൾക്കാർക്ക് ഒരു വിഭാഗത്തിന് അത് ചെയ്യാമെന്നും ഒരു വിഭാഗത്തിന് അത് പരാതി പോലും കൊടുക്കാൻ പറ്റില്ല എന്നും വിചാരിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ, ഈ കാലത്താണ്. ഇപ്പോഴും അതൊക്കെ തിരുത്തിയെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്രയും റിജിഡാണ്. അങ്ങനെയൊക്കെ പറ്റും. അതായത് നിങ്ങളുടെ ടാലൻറ്റ് മാത്രം പോരാ, നിങ്ങളെനിക്ക് സെക്ഷലി വഴങ്ങുകൂടി വേണമെന്നൊക്കെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വിചാരിക്കുന്ന കാലത്ത് കൂടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സർവേലൻസ്, ഈ ക്യാമറ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ഈവൻ ആ വാക്കിൽ പോലും അതുണ്ട്. സർവേലൻസ് എന്ന് പറയുന്നത് നമ്മളെ വെറുതെ വാച്ച് ചെയ്യുന്നതിന് സർവേലൻസ് എന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത്. വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ ആൾ തെറ്റ് ചെയ്യുന്നുണ്ടോ, റോങ് ഡൂവറിനെയാണ് നമ്മൾ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളുടെ താല്പര്യങ്ങൾക്ക് എതിരായ ആരോ ആണ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ ക്യാമറയുടെ പിന്നിൽ നമ്മൾ വഴിവിട്ട് പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഈ സർവേലൻസ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ എത്ര ജാഗരൂകരായിരിക്കണം. വീണ്ടും പറയട്ടെ, സ്ത്രീ 24/7 ഓരോ സ്ത്രീയുടെയും സമയം അക്കൗണ്ടബിളാണ്, അവളുടെ ഇൻകം അക്കൗണ്ടബിളാണ്. നീ നിൻ്റെ ശമ്പളം എന്തൊക്കെയാണ് ചെയ്യുന്നത്, നീ നിൻ്റെ സമയം രാവിലെ 5 മണിക്ക് ഇവിടെ പോയി ഓഫീസ് 5 മണിക്ക് കഴിഞ്ഞു, 5:30 വീട്ടിലെത്തി, അതല്ലാത്ത സമയമുണ്ടല്ലോ, ആ ലിബർട്ടി എത്ര സ്ത്രീകൾക്കുണ്ട്. ഇത് ആരെങ്കിലും ചോദിക്കാൻ വീട്ടിലൊരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ സ്വയമേ തന്നെ ഉണ്ടാക്കിയ സെൻസർഷിപ്പുകളും സ്വയമേ ഉണ്ടാക്കിയ ലിമിറ്റേഷൻസും ഒക്കെ കൊണ്ടാണ് ഓരോ സ്ത്രീകളും നടക്കുന്നത്. ഫോർ മീ ആസ് എ വുമൺ, ഈ പറഞ്ഞ ക്യാമറ ഒരു എക്സ്റ്റേണൽ ഫിസിക്കൽ പ്രസൻസ് അല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ക്യാരി വിത്തിൻ. ഇതിനെപ്പറ്റി തന്നെയാണ് ഫുക്കോ പറഞ്ഞ അതേ മോഡലാണ്, പാനപ്റ്റിക്കൺ തന്നെയാണ് നമ്മൾ ഉള്ളിൽ ക്യാരി ചെയ്യുന്നത്. അതൊരു മനസ്ഥിതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് ഈസ് ലെസ് ഓഫ് എ ഫിസിക്കൽ പ്രസൻസ് ആൻഡ് മോർ ഓഫ് എൻ സംതിങ് ദാറ്റ് വി ഹാവ് ഇൻറ്റേർണലൈസ്ഡ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിദി പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ സ്ത്രീയുടെ പരിധി നിശ്ചയിക്കപ്പെടുകയും എവിടം വരെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അതിർവരമ്പുകൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത് അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, കാലങ്ങളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ പുതുതായി ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, സമീപകാലത്തായിട്ട് ഈ ബൈനറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങൾ അല്ലേ, ഇൻ്റർസെക്ഷലും ആയിട്ട് അത് തന്നെ എത്രയാണ് വിഭാഗങ്ങൾ എന്നുള്ളതിനൊരു കണക്കിൽ അങ്ങനെ നോക്കുമ്പോൾ ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ ഓരോ ലിംഗപദവിയാണെന്ന് പറയേണ്ടി വരും. കാരണം മനോഭാവങ്ങൾ, അവരുടെ പ്രകടനങ്ങൾ, സ്ത്രീയായാലും പുരുഷനായാലും നമ്മൾ വേർതിരിക്കുന്ന ഓരോരുത്തർക്കും അകത്തുള്ള വൈവിധ്യങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 30 കോടി ജനങ്ങൾ 30 കോടി ലിംഗവൈവിധ്യങ്ങൾ തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അത്രത്തോളം വൈവിധ്യങ്ങളുണ്ട്. പക്ഷെ ഇതിനെയൊന്നും നമ്മൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല, ആണധികാരത്തിൻ്റെ പരിധിയിൽ ഇതിനെല്ലാം ഒന്നാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ വസ്തുത. അപ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷണം നമ്മൾ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ക്യാമറയുടെ ഒരു വിഷയം കൂടി ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. വളരെ എന്താണ് യാഥാർത്ഥ്യത്തിൻ്റെ ക്യാമറ, നമ്മൾ കാണുന്ന ക്യാമറ തന്നെയുണ്ട് CCTV. ഇനി ഇല്ലാത്ത ക്യാമറ നമുക്ക് ഈ ചുവരിൽ ഒട്ടിച്ച് വെച്ചാൽ മതി, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്, പിന്നെ നമ്മളങ്ങോട്ട് പോവില്ല, വെറുതെ ഒട്ടിച്ച് വെച്ചാൽ മതി. അങ്ങനെ ഒരു ഭയപ്പാട് സൃഷ്ടിക്കുന്ന ഒരു സംഗതിയായിട്ട് അതവിടെ നിൽക്കുകയും, ഇനി അതല്ലാതെ എന്താണ് അമൂർത്തമായി നിൽക്കുന്ന എല്ലാവരുടെയും ഒരു നോട്ടപ്പാടിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു ക്യാമറ അങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ പറയാം. നമ്മുടെ നേരത്തെ തന്നെ മാധ്യമരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ജയകുമാർ
ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പരിമിതികൾ, ഇതിനെത്രത്തോളം ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണ വലയം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇത് എത്രത്തോളം അപകടകരമായ ഭീഷണികൾ ഉയർത്തുന്നുണ്ട് എന്ന് ജയകുമാർ മാഷ് സംസാരിക്കും. നമസ്കാരം. ദീദി പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് തന്നെ തുടങ്ങേണ്ടി വരും ഈ ചർച്ച എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ സുനാമിയുടെ സമയമുണ്ടായിരുന്നു. അപ്പോൾ സുനാമിക്ക് ശേഷം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഏറ്റവും അധികം സുനാമിയിൽ മരിച്ചത് സ്ത്രീകളാണ് എന്ന റിപ്പോർട്ടാണ്. അതിന് പ്രധാന കാരണം വലിയ തിരയടിച്ച് സ്ത്രീകളൊക്കെ കടലിലേക്ക് ഒഴുകിപ്പോയ സ്ത്രീകൾ തിര ഒടുങ്ങി കടലിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമ്പം അവർ പെട്ടെന്ന് നോക്കുമ്പോൾ അവരുടെ ദേഹത്ത് വസ്ത്രമില്ല, അല്ലെങ്കിൽ വസ്ത്രം മാറിയിരിക്കുന്നു. അവർ ആ കടലിലേക്ക് തന്നെ മുങ്ങുകയും അടുത്ത തിര അവരെ കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ആ സ്റ്റഡി റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഇത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് സ്ത്രീകൾ കൂടുതൽ മരണത്തിലേക്ക് പോയതെന്നുള്ളതാണ്. ഇനി നേരിട്ടുള്ളൊരു അനുഭവം പറഞ്ഞാൽ, ഈ സുനാമിക്ക് ശേഷം, അന്ന് പത്രപ്രവർത്തകനായിരിക്കുന്ന കാലമാണ്, സുനാമിക്ക് ശേഷം ഞങ്ങളൊരു ട്രെയിനി ജേർണലിസ്റ്റുകളൊക്കെ ഇരിക്കുന്ന കാലത്ത് സുനാമി നടന്ന പ്രദേശങ്ങളിൽ യാത്ര ചെയ്യുന്നു. അമ്പലപ്പുഴ തുടങ്ങിയിട്ടുള്ള ആലപ്പുഴ ജില്ലയുടെ പ്രദേശങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ ധാരാളം ഭക്ഷണം, വസ്ത്രം തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് ഞങ്ങളോടൊരു കാര്യവും പറയാനല്ല, ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നില്ല, പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നില്ല. ഏറ്റവും അവസാനം സ്ത്രീകളായ ആളുകൾ വന്നപ്പോൾ മാത്രം അവർ വിളിച്ചു മാറ്റി, വളരെ ദൂരേക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് സാനിറ്ററി നാപ്കിനാണ് എന്ന് പറഞ്ഞു. അത് വെച്ചാൽ ഈ തിരമാല അടിച്ച് അവരുടെ വജീനയിലടക്കം മണൽ കയറുകയൊക്കെ ചെയ്ത് വളരെ മോശമായിട്ടുള്ളൊരു ആരോഗ്യാവസ്ഥയിലാണ് ഇവർ കഴിയുന്നത്. ഇത് അവരുടെ ഭർത്താക്കന്മാരോട് അവർക്ക് പറയാൻ കഴിയുന്നില്ല, അവരുടെ ചുറ്റുമുള്ള സമൂഹത്തോട് അവർക്ക് പറയാൻ കഴിയുന്നില്ല, അവരെ പരിചരിക്കാൻ വന്ന ഡോക്ടർമാരോട് പറയാൻ കഴിയുന്നില്ല, അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന പത്രക്കാരോട് പറയാൻ കഴിയുന്നില്ല. ആരെങ്കിലും സ്ത്രീകൾ അവരെ കേൾക്കാനുള്ള ആളുകൾ വന്നിരുന്നുവെങ്കിൽ പറയാമായിരുന്നു എന്ന് കരുതി അവരിരിക്കുന്ന ആഴ്ചകൾക്കിടയിൽ പലർക്കും ഇൻഫെക്ഷൻ വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഒരുപക്ഷെ ഈ സ്ഥലങ്ങളിലേക്ക് സാനിറ്ററി നാപ്കിനൊക്കെ എത്തുകയും അതുപോലെ തന്നെ മെഡിക്കൽ സഹായമൊക്കെ എത്തുകയും ചെയ്ത്. അപ്പോൾ ഇവരാരും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ കഴിയുന്ന ഒരു ഭാഷയോ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയോ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു സമൂഹമോ നമുക്കില്ല എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, ആദ്യത്തെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നേരത്തെ ദീദി സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ സ്വയം നിർമ്മിച്ചതോ നമ്മൾ നേരത്തെ നിർമ്മിക്കപ്പെട്ടതോ ഒരു സർവൈലൻസിനുള്ളിൽ ജനിച്ച് ജീവിച്ച് പോരുകയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഓരോ കാലത്തും മാറി മാറി വരുന്ന സമൂഹം സ്ത്രീകളുടെ പദവി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചില നിബന്ധനകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ അറിയാം, ഇന്ദുലേഖയൊക്കെ വരുന്ന കാലത്ത് സ്ത്രീയുടെ പദവിയെ സംബന്ധിച്ച് ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. കാരണം സ്കൂളിൽ പോവണ്ട, കോളേജിൽ പോകരുത്, പക്ഷേ വീട്ടിലിരുന്നുണ്ട് കഥകളി, സംസ്കൃതം, വ്യാകരണം, ഫിഡിൽ വായിക്കാൻ അറിയാം, തുന്നലറിയാം, ഇങ്ങനെയൊക്കെയുള്ളൊരു മാതൃകാ സ്ത്രീയെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ദുലേഖയിലുണ്ട്. ഇന്ദുലേഖ അങ്ങനെ ഒരു മാതൃകാ സ്ത്രീയാണ്. പക്ഷേ മാധവന് പുറത്ത് പോയി മദ്രാസിയിൽ പോയി പഠിക്കാം, ചിന്നനെ കൊണ്ട് പഠിപ്പിക്കാം, പക്ഷേ ഇന്ദുലേഖ അവിടെ തന്നെ ഇരുന്നിട്ടാണ് പഠിക്കുക. അതിനുശേഷം എന്താണ് ചെയ്തത്? എന്തിനാണ് ഇന്ദുലേഖയെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഇന്ദുലേഖയെ പഠിപ്പിച്ചത് സിവിൽ സർവീസ് ഉദ്യോഗം നേടുന്ന മാധവൻ മദ്രാസിയിലേക്ക് പോകുമ്പോൾ, അവരുടെ അണുകുടുംബം ഉണ്ടാക്കി മദ്രാസിയിൽ പോയി താമസമാക്കുമ്പോൾ അവിടേക്ക് അവർക്കുണ്ടാകുന്ന കുട്ടികളെ വളർത്താൻ ഇന്ദുലേഖയ്ക്ക് ഒരു ട്യൂഷൻ ടീച്ചറെ വെക്കാതെ തന്നെ വളർത്താൻ ഇന്ദുലേഖയ്ക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസമാണെന്ന്. നാളത്തെ പുരുഷനെ വളർത്തിയെടുക്കാൻ ഒരു ട്യൂഷൻ ടീച്ചറുടെ അഭാവം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ദുലേഖയുടെ വിദ്യാഭ്യാസം. ആ നിലയ്ക്കുള്ള ഒരു വ്യവസ്ഥയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് ഇപ്പോൾ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ്, എത്രമാത്രം അധ്വാനിച്ചിട്ടാണ് അവർ അത്തരമൊരു ഇടങ്ങളിലേക്ക് അവർ എത്തിച്ചിരുന്നതെന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലറിയാം. അത്രയ്ക്ക് ആ അധ്വാനം അവർക്ക് ആവശ്യമായി വരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ സ്ത്രീകളുടെ ചുമതലയെ സംബന്ധിക്കുന്ന, ചുമതല വിഭജനത്തെ സംബന്ധിക്കുന്ന പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായി വരുന്നു. ഇപ്പം പുതിയ കാലത്തെ സ്ത്രീ എന്തായിരിക്കണം? പുതിയ കാലത്തെ സ്ത്രീ കുട്ടിക്ക് കോച്ചിങ് കൂടി, സിവിൽ സർവീസിനോ അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസിനോ കോച്ചിങ് കൂടി കൊടുക്കാൻ പാകത്തിനുള്ള വിദ്യാഭ്യാസം നേടിയ ഒരാളായിരിക്കണം വീട്ടിലുള്ള ഭാര്യ എന്ന് പറയുന്നൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏറ്റവും മുമ്പ് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാൾ, അമ്മയെ നോക്കാൻ ഒരാൾ, വീട്ടിലെ കുടുംബം നോക്കാൻ ഒരാൾ എന്ന് പറഞ്ഞിരുന്ന അവസ്ഥ ഇങ്ങനെ മാറി മാറി എൻട്രൻസ് കോച്ചിങ് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്, ഫീസില്ലാതെ എൻട്രൻസ് കോച്ചിങ് കൂടെ കൊടുക്കാൻ കഴിയുന്ന ഒരാൾ എന്ന അർത്ഥത്തിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യവസ്ഥയെ അങ്ങനെ ക്രമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വ്യവസ്ഥയ്ക്ക് പുറത്തേക്ക് കടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമാവാത്തത് എന്താ വെച്ചാൽ ക്യാച്ച് ദം യങ് എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടിക്കാലത്ത് തന്നെ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കുള്ളിൽ എങ്ങനെ പുലരണം എന്നതിനെക്കുറിച്ച് വലിയ കൃത്യമായ ട്രെയിനിങ് നടക്കുന്നുണ്ട്. നമ്മുടെ
പെൺകുട്ടികൾക്കും ആൺകുട്ടികളുടെ ട്രെയിനിങ്ങും പെൺകുട്ടികളുടെ ട്രെയിനിങ്ങും എൻ്റെ ഡിഫറൻ്റ് ആയിട്ടൊരു കുടുംബത്തിൽ നടക്കുന്നുണ്ട്. കുടുംബ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ അപകടകരമായ ഒരു ജെൻഡർ ഇൻഇക്വാലിറ്റി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബം. അവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. അവിടുന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂളാവട്ടെ, കോളേജാവട്ടെ, ഇതൊന്നും പരിഹരിക്കും. മതസ്ഥാപനങ്ങൾ, നമുക്ക് ജാതി മത സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ ജാതി മത വിശ്വാസങ്ങൾക്കോ വലിയ സ്വാധീനമുള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജെൻഡർ എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് വളരെ പെരിഫറലായിട്ട് സംസാരിക്കാനേ കഴിയൂ. കാരണം അവിടെ ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും കുട്ടികളുടെയും പദവി. അപ്പോൾ അങ്ങനെ പുലരുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അതിനെ പൊളിച്ചു പുറത്തേക്ക് കടക്കുക എന്ന ഒരാലോചനയുടെ ലെവലിൽ നടക്കുകയും എന്നാൽ അത് പ്രായോഗികമായി നടക്കാതെ വരികയും ചെയ്യുന്നതിൽ ഇത്തരം ജാതി സംഘടനകൾക്ക് വലിയ റോളുണ്ട്. എങ്ങനെയായിരിക്കണമെന്ന് അവർ തീരുമാനിക്കും. അങ്ങനെയാണെന്ന് പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് പഠിക്കാം, പക്ഷേ പഠിച്ച കാര്യത്തെ അൺലേൺ ചെയ്യുക എന്നുള്ളതിന് കൃത്യമായ മലയാളം പോലും നമുക്കറിയാം. അൺലേൺ ചെയ്യുക എന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ വളരെ കുട്ടിക്കാലം തൊട്ട് പഠിച്ച് ശീലിച്ചു വന്നൊരു സാധനത്തെ പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് കഴുകിക്കളഞ്ഞ് പുതിയൊരാളായി മാറുക എന്ന പ്രക്രിയ ഏറ്റവും ദുഷ്കരമായൊരു സംഗതിയാണ്. അത് ഫിലോസഫിക്കലായി നമുക്ക് വേണമെങ്കിൽ അറിഞ്ഞതിൽ നിന്നുള്ള മോചനം എന്നൊക്കെ പറയാമെങ്കിലും ഈ അറിഞ്ഞ കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയോ നമ്മളെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയോ നയിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുമെന്ന വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട സർവൈലൻസിനുള്ളിൽ തന്നെയാണ് വ്യക്തികൾ പുലർന്നു പോരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ സമീപകാലത്ത് നമ്മൾ സർവൈലൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം സർവൈലൻസ് ചർച്ച ചെയ്യപ്പെട്ടൊരു കാലം കോവിഡ് കാലമായിരുന്നു. കാരണം നമ്മുടെ മുഴുവൻ ചലനങ്ങളെയും ഗാദറിങ് കുടിച്ചേരലിനെയും ഒക്കെ നിയന്ത്രിച്ചത് അതൊരു ഒരു പൗരധർമ്മമാക്കി മാറ്റിയത് കോവിഡാണ്, രോഗമാണ്. ആ ഒരു കാലത്ത് എൻ്റെ ഭാര്യയുടെ ഒരു സുഹൃത്ത് ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. ഒരു 50 മേൽ പ്രായം ഉള്ള ഒരു അതുവരെ 50 വർഷം വരെ ജീവിതാനുഭവമുള്ളൊരു സ്ത്രീ. അവർ പറഞ്ഞ ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി, കോവിഡാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദമുണ്ടാക്കിയ കാലം. ഞാൻ മുറി അടച്ചിട്ട് എൻ്റെ മുറിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അവർ ഏതെങ്കിലും ഒരു സാഹിത്യ ഭാഷ ഉപയോഗിക്കേണ്ടി വരികയോ ചെയ്തിട്ടില്ല. പക്ഷേ അവരങ്ങനെ ഒരു ഭയങ്കര രസമുള്ള ഒരു ഭാഷയാണ് ഉപയോഗിച്ചത്. ഞാൻ മുറിയടച്ചിട്ട് എൻ്റെ മുറിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള തുണി അലക്കണ്ട, പത്രം കഴുകണ്ട എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അതുപോലും അത് അവരുടെ ജോലിയാക്കി മാറ്റിയൊരു വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കിടന്നപ്പോൾ അനുഭവിച്ച ഒരു 3-4 ദിവസം അനുഭവിച്ച ഒരു ആനന്ദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അടച്ചിട്ട മുറിയിൽ നൃത്തം ചെയ്യുകയായിരുന്നു. ഒരു ടൈറ്റിലൊക്കെ പോലെ തോന്നാവുന്ന ഒരു സംഗതി ഒരു സ്ത്രീക്ക് പറയാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനോ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിനോ വേണ്ടി ഒരു ഭാഷ പോലും നമുക്കില്ല എന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പം ഞാൻ സംസാരിക്കുകയായിരുന്നു ആ വിഷയത്തെക്കുറിച്ച്. ഇപ്പോൾ ജെൻഡർ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നീതി എന്നൊക്കെയുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ലിംഗം എന്ന പദത്തിൽ തന്നെ ഒരു മെയിൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നിലനിൽക്കുന്നത്. ലിംഗാരാധനയെ തുടർന്ന് വന്നിട്ടുള്ള, ശൈവാരാധനയെ തുടർന്ന് വന്നിട്ടുള്ള, ഒരു ലിംഗപൂജയെ തുടർന്ന് വന്നിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ അതിലേക്ക് ലിംഗം എന്ന് പറയുന്ന ഒരു പുരുഷ ഭാഷയിലേക്ക് നമ്മളിതിനെ സ്ത്രീകളെയും ഇതര വിഭാഗങ്ങളെയും ഒക്കെ ചേർക്കുകയാണ്. ട്രാൻസ് എന്നതിന് സമാനമായ മലയാളം നമുക്കില്ല. ക്യൂർ എന്നതിന് മലയാളം നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വൈകാരികമായി നമ്മൾ കടന്നു പോകുന്ന, സാമൂഹികമായി നമ്മൾ കടന്നു പോകുന്ന, സാംസ്കാരികമായി നമ്മൾ പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുന്ന ഭാഷ പോലും നമുക്ക് അന്യമാണ് എന്നിടത്ത് നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഭാഷയിൽ നിന്ന്, നമ്മൾ ആണിനോടും പെണ്ണിനോടും ക്യൂറിനോടും ട്രാൻസിനോടും ഒക്കെ സംസാരിക്കുന്ന, അവരെ കേൾക്കുന്ന ഭാഷയിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ച് തന്നെ റീതിങ്ക് ചെയ്യേണ്ടതുണ്ട് എന്നതിൽ നിന്നാണ് ഒരു ജെൻഡർ സംഗതികളെക്കുറിച്ചുള്ള ആലോചന ആരംഭിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. സർവൈലൻസ് എന്ന വിഷയത്തെക്കുറിച്ച് കൂടി പറഞ്ഞു പോയി ദീദി കാര്യമായി തന്നെ. ആ സർവൈലൻസിനെ കുറിച്ച് ഞാൻ സ്പർശിക്കുന്നില്ല. കാരണം സർവൈലൻസ് എന്നുള്ളത് മാത്രം ഒരു വിഷയം, വളരെ വിപുലമായൊരു വിഷയമാണ്. സർവൈലൻസ്, ക്യാമറ നിരീക്ഷണത്തിൽ നിന്നുള്ള വാക്ക് തന്നെ ഒഴിവാക്കണം. ക്യാമറ മാറുകയും അതൊരു സർവൈലൻസായി മാറുകയും ചെയ്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന നിമിഷം നമ്മൾ ഏതൊക്കെയോ ക്യാമറകൾക്കുള്ളിൽ പെടുകയോ അല്ലെങ്കിൽ ഏതൊക്കെയോ സർവൈലൻസിനുള്ളിൽ പെടുകയോ ചെയ്യുന്നുണ്ട്. ബയോമെട്രിക് സർവൈലൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ കഴിയും, നിങ്ങളുടെ ആലോചനകളെ മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ തീരുമാനങ്ങളെ മാറ്റിപ്പണിയാൻ കഴിയും. അതുകൊണ്ടാണ് ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നതും ഭരണകൂടങ്ങൾ മാറുന്നതും ഒരുപക്ഷെ ഈ സർവൈലൻസിനുള്ളിൽ നിൽക്കുന്ന, നമ്മുടെ വികാരങ്ങളെ തന്നെ റീഡ് ചെയ്യാൻ കഴിയുന്ന സർവൈലൻസ് സിസ്റ്റം നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നും നമുക്കറിയാം. ഏതായാലും തുടർന്ന് ചർച്ചകൾ വരുമ്പോൾ കൂടുതൽ ഇടപെട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു. ഞാൻ അവസാനം ജയകുമാർ മാഷ് പറഞ്ഞ കാര്യങ്ങളിൽ എവിടെ വെച്ച് ആരംഭിക്കണം ഈ ഒരു അവബോധം, ഈ ഒരു
വിഷയം, പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള ഒരു സാമൂഹ്യ ഘടനയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ജാതി, മതം, വ്യത്യസ്ത ജാതികൾക്കകത്ത് തന്നെയുള്ള വൈവിധ്യങ്ങൾ, ഇതൊക്കെയും ഒരുപാട് ഇത്തരം ഒരു വിഷയത്തെ സമീപിക്കുന്നതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മാഷ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, അത് ഏതെങ്കിലും ഒരു ഇടത്തിൽ നിന്ന് ആരംഭിക്കേണ്ടതല്ല, ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ. ഞാനത് നേരത്തെ സൂചിപ്പിച്ചു, ഒരു കുടുംബത്തിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ അവർ പുരുഷനെന്നും സ്ത്രീയെന്നും നമ്മൾ സാമാന്യമായിട്ട് വിഭജിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ 5 പേരും 5 ലിംഗപദവിയുള്ളത് തന്നെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇവർക്കിടയിൽ തന്നെയുള്ള ഏറ്റക്കുറച്ചിലുകൾ, മനോഭാവങ്ങളിലുള്ള വ്യത്യസ്തതകൾ. ഇപ്പോൾ നമ്മൾ പറയുന്നു പുരുഷനെന്ന് പറയുന്നത് എന്താണ്, മീശയും താടിയൊക്കെ ഉള്ളത് പുരുഷനെന്നും, മുടി നീട്ടി വളർത്തി സ്ഥാനങ്ങൾ നെഞ്ചിൽ ഉയർന്നു വരുന്നത് സ്ത്രീയൊന്നും അങ്ങ് കൽപ്പിക്കുകയാണ്. ഇതെല്ലാം യാഥാർത്ഥ്യം. പുരുഷനും ഇത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാം, സ്ത്രീക്കും ഉണ്ടാവാം, തടിയും മീശയൊക്കെ ആയിട്ട്. ഇതൊന്നും നമുക്കങ്ങനെ കൽപ്പിക്കുക, അത് വളരെ മേലെ തന്നെ കാണുന്ന ചില വ്യത്യാസങ്ങൾ. ഇതല്ലാതെ മാനസികമായിട്ടുള്ള, ഇപ്പോൾ ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വിശദാക്കേണ്ട? ഒരു വ്യക്തിക്കകത്ത് അയാൾ എങ്ങനെയാണ് ആ ബോധം തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വലിയ വിഷയമായിട്ട് തീരുന്നുണ്ട്. നമ്മുടെ ഒരു സാമൂഹ്യ ക്രമത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ശരീരം ഒരു നിർമ്മിതിയാണ്. യഥാർത്ഥത്തിൽ സാമൂഹ്യമായ ചലനങ്ങളിലും നിയമങ്ങളെ അനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ഒന്നാണ് ശരീരം എന്ന് പറയുന്നത്. സ്ത്രീയുടേതായാലും പുരുഷൻ്റേതായാലും ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക, അതിനനുസരിച്ച് സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. വ്യത്യസ്ത ജാതികളിലും മതങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണത് നിലനിന്ന് പോകുന്നത്. ഇനി നമ്മൾ എത്ര തന്നെ പുരോഗമനപരമാണെന്ന് പറഞ്ഞാൽ പോലും അവിടെയും നമ്മൾ ശരീരത്തെ സംബന്ധിച്ചുള്ള ചില കൺസെപ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം, ഈ ക്യാമറ കണ്ണിലൂടെയുള്ള ശരീരം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് നമുക്ക് തോന്നുന്നത് ഒരു സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ഒരാളാണ് അതിൻ്റെ ഒരു പ്രതിസന്ധി നേരിടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഉടലിനെ സംസ്കരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉടലിനെ പ്രത്യക്ഷപ്പെടുത്തുന്നത്, ക്യാമറ കണ്ണിലൂടെയുള്ള ഉടലിൻ്റെ നിരീക്ഷണം എന്താണ്, ഏതേത് ഏംഗിളുകളിലാണ് യഥാർത്ഥത്തിലുള്ള ക്യാമറ നിങ്ങളുടെ ഉടലിനെ സമീപിക്കുന്നത്, ഇനി അയഥാർത്ഥമായ ക്യാമറ അഥവാ കാണികളുടെ കണ്ണുകൾ എങ്ങനെ നിങ്ങളെ സമീപിക്കും, ഇത്തരം ഒരുപാട് വിഷയങ്ങൾ നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്ന ഒരു പെർഫോമറായിരിക്കുന്ന ഒരാൾ നേരിടുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നത് നമ്മുടെ ഒപ്പമുള്ള അമിതാണ്. അമിത് മോഹിനിയാട്ടം കലാകാരനാണ്. കുറച്ച് വർഷങ്ങളായിട്ട് വളരെ പ്രാക്ടീസ് ചെയ്യുകയും തൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മോഹിനിയാട്ടത്തെ കാണുകയും അങ്ങനെ അത് സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വേദികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമിത്തിനോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ശരീരം എന്ന് പറയുന്ന ഒന്നിനെ സംബന്ധിച്ച് ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു പുരുഷൻ മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു അനുഭവം എന്താണെന്ന് കൂടെ ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. താങ്ക് യു മാഷെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് പാട്രിയാർക്കിയെ വല്ലാതെ ഷെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന, പാട്രിയാർക്കിയുടെ ഒരു ധാരാളം പ്രീകൺസെപ്ഷൻസിനോട് എതിരിടാനും നേരിടാനും പറ്റുന്ന, അതിന് പ്രാപ്തിയുള്ള ഒരു കാര്യമായിട്ടാണ് നൃത്തത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ പെരിഫറലായിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഏറ്റവും സൂക്ഷ്മമായി അധികാരം പ്രവർത്തിക്കുന്ന എങ്ങനെയാണ്, അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ പ്രകടനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലെയുള്ള വളരെ സൂക്ഷ്മാർത്ഥത്തിൽ തന്നെ ജെൻഡറിൻ്റെ രാഷ്ട്രീയത്തെ, സെക്ഷുവാലിറ്റിയുടെ രാഷ്ട്രീയത്തെയൊക്കെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ, നോംസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു കാര്യമായിട്ട് നൃത്തത്തെ മനസ്സിലാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നൃത്തം എപ്പോഴും വളരെ വൈബ്രൻ്റായ, ചലനാത്മകമായിട്ടുള്ള, നിരന്തരമായിട്ട് പരിണമിക്കുന്ന ഒരു കാര്യമായി ബോഡിയെ തന്നെ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള, ചലനത്തെ തന്നെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാത്തരം സ്റ്റാറ്റിക്കായ, റിജിഡായ അധികാര ബന്ധങ്ങളെയും പൊളിക്കാൻ പ്രാപ്തിയുള്ള ഒന്നാണ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം എന്ന് പറയുന്നത് വളരെ മുമ്പ് കണ്ടിരുന്നത് പോലെ വളരെ സ്റ്റാറ്റിക്കായിട്ട് ആയ ഒന്നാണെന്നും വളരെ കംപ്ലീറ്റ് ആയ ഒന്നാണെന്നും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാണെന്നും ഞാൻ മനസ്സിലാക്കുന്നേ ഇല്ല. ഇപ്പോൾ ചോദിച്ചപ്പോൾ ഒരു മെയിൽ ബോഡി എങ്ങനെ മോഹിനിയാട്ടം ചെയ്യുന്നു എന്ന് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു ബോഡിയെ ആ നിലയ്ക്ക് ഞാൻ മെയിലായ ഒരു ബോഡി മോഹിനിയാട്ടം പെർഫോം ചെയ്യുന്നു എന്ന് പോലും ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ശരീരം തന്നെ ഇവോൾവിങ് ആണ് എന്നും അതിങ്ങനെ നിരന്തരമായി
ഞാൻ അതിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ ശരീരത്തിൽ തന്നെ. അതുകൊണ്ട് അത് സ്റ്റാറ്റിക്കായിട്ട് നിന്ന് പിന്നെ നിർത്തില്ല. എനിക്ക് അങ്ങനെ ഒരിടത്തും ശരീരത്തെ ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല ഒരു തരത്തിലും. അതൊരു കുറിച്ചുള്ള ഒരു തരത്തിലുള്ള പ്രീ കൺസെപ്ഷനിലും അതിനെ ഉറപ്പിച്ച് നിർത്തിയാൽ പിന്നെ നൃത്തമേ ഇല്ല. അതുകൊണ്ട് അത് തന്നെയും പൊളിക്കുന്ന, ഞാൻ തന്നെ അതിൽ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ പരിണാമത്തെ നിരന്തരം വാച്ച് ചെയ്യുന്ന, അതിനൊരിടത്തും നിർത്താൻ ആഗ്രഹിക്കാത്ത, അതിൻ്റെ എന്താ പറയുക, ആ വളരെ ബ്യൂട്ടിഫുള്ളായ അതിൻ്റെ പ്രോഗ്രസ്സിനെ ത്വരിതപ്പെടുത്താൻ മാത്രം ഞാൻ എന്നുള്ള ഒരാളെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പൊതുവേ ഈ ബോഡി എന്ന് പറയുന്നത് ആളുകൾ മനസ്സിലാക്കുന്നത് വളരെ കംപ്ലീറ്റായ, ഇപ്പോൾ ഒരു മെയിൽ ബോഡി എന്ന് പറയുന്നത് അതിൽ തീർന്നു, പിന്നെ മെയിൽ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും പെർഫെക്റ്റായ, എല്ലാം കൊണ്ടും തീർന്ന കംപ്ലീറ്റായ ഒരു കാര്യമാണ്. അതിലെന്തെങ്കിലും ഒരു ഇവോൾവ് ചെയ്യാനുള്ളൊരു കാര്യം ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കില്ല. പക്ഷെ ആ നിലയ്ക്ക് എല്ലാ സമയവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് ബോഡി ചലിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ബോഡി എന്നുള്ള ദ വെരി ഐഡിയ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും, ആ നിലയ്ക്ക് മൂവ്മെൻറ്റ് തന്നെ എന്താ പറയുക എമേർജ് ചെയ്ത് വരുന്ന ഒരു ബോഡി എന്നുള്ളൊരു ആശയത്തെക്കുറിച്ചാണ്. പക്ഷേ ഇത് എപ്പോഴും നമ്മളുടെ ഒരു പുതിയ സമരത്തിൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു സന്ദർഭത്തിലൊക്കെ ഇപ്പോൾ ഈയിടെയായി നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാത്തിൻ്റെയും കേന്ദ്രം ബോഡി ആയിരിക്കും. അത് യാദൃശ്ചികമായിട്ട് വരുന്ന ഒന്നല്ല. കാരണം അത് ഈ പറഞ്ഞ നമ്മുടെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള ഇത്തരം പ്രീ കൺസെപ്ഷനോട് വളരെ നേരിട്ട് എതിരിടുകയും കൂടി ചെയ്യുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം വളരെ എന്താ പറയുക ശരീരമാവുന്നത്. ഈ ശരീരം എന്ന് പറയുന്നത് സ്വയം പ്രത്യക്ഷപ്പെടുന്നതിലൂടെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സാധിക്കാനുണ്ടാവും. ഇപ്പോൾ മുമ്പ് നമ്മൾ കാണാത്ത, അംഗീകരിക്കാത്ത ശരീരങ്ങളൊക്കെ അവരുടെ പ്രസൻസ് കൊണ്ട് തന്നെ, അവരുടെ സ്വയം പ്രകാശനത്തിൽ കൂടെ തന്നെ അവർക്ക് ചിലത് നേടിയെടുക്കാനുണ്ട്. ഇപ്പോൾ ബട്ട്ലറൊക്കെ പറയണത് ഒരു മെയിൽ ശരീരം അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ശരീരത്തിന് അർത്ഥം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു ശരീരത്തിന് അർത്ഥം ഉണ്ടാകുന്നത് അത് സമൂഹമായിട്ട് എൻഗേജ് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ ഒരു മെയിൽ ബോഡി അർത്ഥം ഉണ്ടാക്കിയെടുക്കുന്നത് ധാരാളം ശരീരങ്ങളെ പുറത്താക്കിക്കൊണ്ടാണ്. അങ്ങനെ ഒരു വയലൻസിനൂടെ മാത്രമാണ് നിങ്ങൾക്കൊരു ബോഡീനെ അല്ലെങ്കിൽ ഒരു മെയിൽ ബോഡീനെ ഉറപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു മെയിൽ ബോഡി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഇത്തരം എന്താ പറയുക മെയിലല്ലാത്ത ബോഡിയെ മുഴുവൻ എന്താ പറയുക വയലൻസിലൂടെ പുറത്താക്കിക്കൊണ്ട് അങ്ങനെ മാത്രം കെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ശരീരം. അല്ലാതെ നിങ്ങൾക്ക് വളരെ ജൈവികമായ, വളരെ നാച്ചുറലായ ഒരു മെയിൽ ബോഡി ഒന്നും നമുക്കില്ല, ഒരു ഫീമെയിൽ ബോഡിയും നമുക്കില്ല. അത് ഈ വയലൻസിലൂടെ മാത്രം നിങ്ങൾക്ക് എന്താ പറയുക ഹെട്രോസെക്ഷുവാലിറ്റി ഇങ്ങനെ ഒരു നോമിനെ രൂപപ്പെടുത്തിയെടുക്കുക മാത്രമാണ്. അപ്പോൾ ഒരു സ്വയം പ്രകാശനത്തിലൂടെ ഒരു മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു ബോഡി എന്നുള്ള നിലയ്ക്ക് തന്നെ എനിക്ക് അത്തരം ചില എന്താ പറയുക ശരീരത്തെക്കുറിച്ചുള്ള ബേസിക് നോഷന് എന്താ പറയുക ഇളക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഒരു ഡാൻസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത്തരം എന്താ പറയുക ഇത്തരം സർവൈലൻസ് നിരന്തരമായിട്ട് ഞാനിപ്പോൾ അത് ഒരു പോലീസുകാരൻ എന്നോട് ചോദിക്കും എന്തുകൊണ്ടാണ് മൂക്ക് കുത്തിയെന്ന്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയ ഒരു ഡോക്ടറോ നഴ്സുമാരോ എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിക്കും, വീട്ടിനകത്ത് എൻ്റെ അടുത്ത് ചോദിക്കും. പക്ഷേ അത് എന്തുകൊണ്ടാണ് മോഹിനിയാട്ടം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഭരതനാട്യം ചെയ്യുക, അതിങ്ങനെ എന്താ പറയുക നൃത്തവുമായി ബന്ധപ്പെട്ട, ശരീരവുമായി ബന്ധപ്പെട്ട നിരന്തരം ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ് അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മെയിൽ ബോഡിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു ശരീരമാണ്, അവർ മനസ്സിലാക്കുന്ന ചലനമോ ജെൻഡർ റോളൊന്നും എന്താ പറയുക ഏറ്റെടുക്കാത്തൊരു ശരീരമാണ് എന്നുള്ളതുകൊണ്ട് എവിടെ പോയാലും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ ഉണ്ട്. അതിനോടൊക്കെ എനിക്ക് ഈ നൃത്തത്തിലൂടെ അല്ലെ നിരന്തരം പരിണമിക്കുന്ന ഈ ശരീരത്തിൻ്റെ പ്രകാശനത്തിലൂടെ മാത്രമേ എനിക്ക് അതിനോട് എൻഗേജ് ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കഷൻ്റെ സമയത്ത് പറയാം. ഒരു സ്റ്റേജ് പെർഫോമർ എന്ന നിലയ്ക്കുള്ള അമിതിൻ്റെ നിരീക്ഷണം, മാനായും മയിലായും തന്നെ വേദിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അമിത് തൻ്റെ ശരീരത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോഴും കൃത്യമായിട്ട് അത് വെളിപ്പെടുത്തിയിട്ടില്ല. അടുത്ത ഒരു അവസരത്തിൽ അദ്ദേഹം അത് സംസാരിക്കുമായിരിക്കും. ഒരു ആൺ ശരീരം ഇങ്ങനെയാണ്, ഒരു പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കരുതിയിരുന്ന ഒരു സ്റ്റേജിൽ ഒരു ആൺ ശരീരം എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിനെത്രത്തോളം കഠിനമായ വിഷമതകൾ നേരത്തെ ഓച്ചിറവേലുക്കുട്ടിയെപ്പോലുള്ള മഹാനടന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് വേറൊരു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വാസവദത്തെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നീടത്
ഓച്ചിറവേലിക്കുട്ടിക്ക് ശേഷം ഒരു സ്ത്രീ തന്നെ അതിന് ഉരുമ്പെട്ടപ്പോൾ അവർ ഓച്ചിറവേലിക്കുട്ടിയായി മാറിയിട്ടാണ് പിന്നെ വാസവദത്തെ അവതരിപ്പിക്കുന്നത് അവരുടെ അനുഭവത്തിൽ പറയുന്നുണ്ട്. കാരണം അത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ ഈ സ്ത്രീക്ക് പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ സമൂഹം കാണുന്ന ഒരു കാഴ്ചയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴും അവരിങ്ങനെ അതിന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ദീദിയോടാണ് ചോദിക്കാനുള്ളത്. എപ്പോഴും ഒരു സാമൂഹ്യ വിഷയങ്ങൾ വളരെ സജീവമായി ജാഗ്രത ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദീദി, ഒരു കുറ്റകൃത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരേ കുറ്റം സ്ത്രീയും പുരുഷനും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അതിനകത്തും നിലനിൽക്കുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. പത്രങ്ങളിലൊക്കെയുള്ള റിപ്പോർട്ടിൽ ഒരു മയക്കുമരുന്ന് കേസ് വരുന്ന സമയത്ത് പെണ്ണുങ്ങളാണത് ചെയ്തതെങ്കിൽ അതിനൊരു പ്രത്യേക തരത്തിലുള്ള വിശദീകരണമാണ്. ആണുങ്ങൾക്കത് അവകാശപ്പെട്ടതാണെന്നും അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇറങ്ങി തിരിച്ചവരാണെന്നും എങ്ങനെ ഇവളത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതക കേസായിക്കൊള്ളട്ടെ, ഒരുപാട് കൊള്ളക്കമുണ്ടാക്കിയ കൂടത്തായി കേസിൻ്റെ ഒക്കെ ഒരു തമാശ എനിക്കെങ്ങനെയാണ് തോന്നിയത്, അതൊരു പുരുഷനാണ് ചെയ്തെങ്കിൽ ഇത്രയൊന്നും വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, സ്വാഭാവികമാണ്, പുരുഷനത് അവകാശപ്പെട്ടതാണ്. സ്ത്രീ ചെയ്യുമ്പോൾ അതൊരു വലിയ എന്തോ ഒരു അപരാധം മാതിരി തന്നെ വായിക്കപ്പെടുന്നു. അങ്ങനെയുള്ളൊരു സാംസ്കാരിക പരിസരം ഇപ്പോഴും ഇവിടെ നിങ്ങൾ ഇടപെടുന്ന സമയത്ത് അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ദീദിക്ക് ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല അവരുടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എക്സ്റ്റേണൽ സർവൈലൻസ് എന്ന് പറയുന്ന അവസാനിക്കാത്തൊരു നിരീക്ഷണത്തിൻ്റെ കീഴിൽ ആണധികാരത്തിൻ്റെ ഒരു പരിസരത്ത് ഇതെങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് ദീദി. അതിന് കുറ്റകൃത്യങ്ങളിലേക്ക് മാത്രം ചുരുക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ടും പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റസാണ് ആണിനും പെണ്ണിനും ഒക്കെ ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സർവേലൻസ് അത് നമ്മൾ അതെങ്ങനെയാണ് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്തതെന്നുള്ള ചോദിച്ചാൽ നമുക്ക് സാഹിത്യവും ചുറ്റുമുള്ള ജീവിതവും പ്രധാനമായും സിനിമയും ഒക്കെ നമ്മളെ ഊട്ടി ഉറപ്പിച്ച കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വളർന്നത്. അത്തരം കോൺസെപ്റ്റ്സാണ്. അതായത് മോഡസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പരാതി പറയാതിരിക്കുക, ബഹളം വെക്കാതിരിക്കുക, ആങ്കർ ഇസ് നോട്ട് ഫെമിനിൻ എന്നാണ് പറയുക, ദേഷ്യം വരാതിരിക്കുക. പിന്നെ സിനിമയിലെ തന്നെ നല്ല സ്ത്രീകളെയും ചീത്ത സ്ത്രീകളെയും നോക്കിയാൽ നമുക്കറിയാം സെക്ഷുവാലിറ്റിയെ പറ്റി ഓപ്പൺ ആവുന്ന സ്ത്രീ ചീത്ത സ്ത്രീയാണ് സിനിമയിൽ. ക്യാമറ സർവേലൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സിനിമ കാണിച്ചു തന്ന സ്ത്രീ ശരീരങ്ങൾ സിനിമയിൽ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ള സ്ത്രീകളെ വെച്ചാൽ ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് അല്ലാത്ത എത്ര സ്ത്രീകൾക്ക് ആ സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാഗ്മെൻറ്റഡ് സ്ത്രീകളുടെ ശരീരം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾക്ക് കാണാൻ വിധിച്ചിട്ടുള്ളത് അത് മാത്രമാണ്. കാരണം ക്യാമറയ്ക്ക് പിന്നിൽ നമുക്ക് സ്ത്രീകൾ ഉണ്ടാവാറില്ല. സിനിമയുടെ ഫിലിം സ്റ്റഡീൻ്റെ ഏറ്റവും അടിസ്ഥാന വാക്ക് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് ലോറ മെൽവയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് വളരാൻ പോലും പറ്റിയിട്ടില്ല. കാരണം നമ്മൾ മെയിൽ ഗേസാണ്. ക്യാമറ എങ്ങനെയാണ് സ്ത്രീയെ നോക്കുന്നതെന്ന് വെച്ചാൽ ഒരാണ് നോക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ആണ് നോക്കുന്ന പോലെ വേണം ഒരു സ്ത്രീയെ കണ്ട് പഠിക്കാൻ എന്നാണ്. ആണ് ആഗ്രഹിക്കുന്ന പോലെയുള്ള അയാളുടെ ഭയങ്ങൾ ഏതൊക്കെയാണ്, അയാളുടെ ഭയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അപ്പം നമുക്കറിയാം ഒരു പ്രേതമോ യക്ഷിയോ അല്ലെങ്കിൽ ബാധ കൂടിയതോ ഒക്കെയാണ് ഭയപ്പെടുന്നത്. സെക്ഷുവാലിറ്റി അങ്ങോട്ട് ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ദ എൻഡ് എന്ന് സിനിമ നേരത്തെ എഴുതി കാണിക്കേണ്ടി വരും അങ്ങനെ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടാൽ. പിന്നെ ഈ മെയിൽ ഗേസ് എന്ന് പറയുന്നത് എനിക്ക് പരിചയമുള്ള നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ക്യാമറ പേഴ്സൺ വുമൺ ഉണ്ട്. അവൾ പറയുന്നുണ്ടായിരുന്നു, വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടർ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പം അവളുടെ ഇയർഫോണിൽ അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സെൻഷ്യസ് ആയിട്ടുള്ളൊരു സീനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇയാളുടെ നിർദ്ദേശം ഗോ ക്ലോസർ, ഐ നീഡ് എ കോക്രൈസർ എന്നാണ്. ആൻഡ് ഷി കെയിം ഔട്ട് ആൻഡ് സെഡ് എനിക്കത് അറിയില്ലല്ലോ സർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള എന്താണ് ഗെയ്സ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടിശ്രാങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയെ ക്യാമറ വുമണായിട്ട് നിർത്തേണ്ടി വന്നത് എന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ ദിവസം ഷാജിയൻ കരുൺ പറയുന്നുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. ആ സ്ത്രീ പറയുന്ന ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അതെടുക്കുക, ആ ലൈറ്റ് അവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാവാത്തവരാണ് പ്രൊഡക്ഷൻ ബോയ്സ് മുഴുവനും. അപ്പം ഷാജി സർ ഓരോ തവണയും ചെയ്യുന്ന പണി നിർത്തിവെച്ചിട്ട് ഇതേ ഇൻസ്ട്രക്ഷൻ ഷാജി സർ പറഞ്ഞാൽ മാത്രമാണ് ആൾക്കാർ കേട്ടിരുന്നത്. അപ്പോൾ അഞ്ജലി ശുക്ല നാഷണൽ അവാർഡ് വാങ്ങിയത് വലിയ കാര്യമായിട്ട് പറയുമെങ്കിലും ഷാജി സാറിനെ പോലെ ഒരാൾക്ക് വീണ്ടും ഒരു സ്ത്രീ ക്യാമറ വുമണിനെ റിപ്പീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കറിയാം അഞ്ജലി ശുക്ലയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പം എഴുതി കാണിച്ചത് ദി ബെസ്റ്റ് ക്യാമറമാൻ എന്നുള്ളതാണ്. രാഷ്ട്രപതിക്ക് സ്ത്രീലിംഗം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നറിയാത്തതുപോലെ സ്ത്രീകൾ രാഷ്ട്രപതി ആവുമ്പം നമ്മൾ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നതിനെ പറ്റി ജയകുമാർ പറഞ്ഞു. ഭാഷ
എത്ര മെയിലാണ്, എൻജെൻഡേർഡ് ആണ് എന്ന് നമുക്കറിയാം. സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്യാമറ കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണെങ്കിൽ അത് പ്യോർലി മെയിലാണ്. സ്ത്രീകൾ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോഴും അവരോട് പറയാറുള്ളത് ആണുങ്ങളെപ്പോലെ. അതുകൊണ്ടാണ് ഞാൻ ആ കോക്രൈസർ എന്നുള്ള വേർഡ് വളരെ പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് ഇവിടെ അത് ഉപയോഗിക്കേണ്ടി വന്നത്. അത് അങ്ങനെ വേണം എന്നാണ് അവർ പറയുന്നത്. ഈ കൺസ്യൂമർ എന്ന് പറയുന്നത്, ഫാൻസ് എന്ന് പറയുന്നത്, പുരുഷാരം എന്ന് പറയുന്നത് എല്ലാ വാക്കുകളും നമുക്കറിയാം എൻജെൻഡേർഡ് ആണ്, എല്ലാം മെയിലാണ്. അതല്ലാത്ത വാക്കുകൾ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ക്യാമറയ്ക്ക് പിന്നിൽ സ്ത്രീ നിന്നപ്പം കുട്ടിസ്രാങ്കിൽ വലിയ കാണാത്ത കാഴ്ച നമ്മൾ കണ്ടിട്ടുമുണ്ട്. മമ്മൂട്ടിയുടെ ശരീരം, ന്യൂഡായിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു ശരീരം നമുക്ക് കുട്ടിസ്രാങ്കിൽ കാണിച്ചു തന്നത് ഒരു സ്ത്രീ എങ്ങനെ ഒരു പുരുഷനെ നോക്കുമെന്നുള്ളത്. എത്ര പേരത് സൂക്ഷ്മമായി ആ സിനിമ കണ്ടിട്ടുണ്ട് എന്നറിയില്ല. പറ്റുമെങ്കിൽ അത് റീവിസിറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അഞ്ജലി ശുക്ല മമ്മൂട്ടിയെ നോക്കിയത് എന്ന് നോക്കിയാൽ നമുക്കറിയാം ഒരു സ്ത്രീ പുരുഷനെ നോക്കുന്ന കാഴ്ച അത്ര കോമൺ അല്ല സിനിമയിൽ. സോ ഇതൊക്കെ ഉണ്ടാവുന്നത് കുറ്റകൃത്യത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാറ്റിലും നമുക്ക് കൃത്യമായിട്ടുള്ള റോള് ഡിഫൈൻഡ് ആണ്. സമയപരിമിതി ഉണ്ടാവും തോന്നുന്നല്ലേ. നോട്ട് ക്യാമറയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ജയകുമാർ സർ നേരത്തെ പറഞ്ഞ് നിർത്തിയതാണ്. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം അതിൻ്റെ ടെക്നോളജി രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും ഇതേ ക്യാമറ, കുറ്റകൃത്യങ്ങൾ ചെയ്യാനും ഇതേ ക്യാമറ. പോളി ക്യാമറയുടെ ഒക്കെ ഒരു വിഷയം അത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമുള്ള ക്യാമറയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് എന്താണ്, അശരീരിയായി നിൽക്കുന്ന ചില സൂചനകളായിട്ട് ആരോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് യഥാർത്ഥത്തിൽ ക്യാമറ കണ്ണുകൾ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ചുവരുമേൽ CCTV ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് വല്ലവരും ഒട്ടിച്ചു പോയാൽ മതി, പിന്നെ നമ്മളെ ഭാഗത്തേ പോവില്ല, അതവിടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിലുള്ളൊരു ക്യാമറ എന്ന് പറയും. ക്യാമറ ഇല്ലാതെ നമുക്ക് സിനിമ എടുക്കാൻ പറ്റില്ല, ക്യാമറ ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ പറ്റാത്തൊരു സാഹചര്യം. ക്യാമറ അത്രത്തോളം നമ്മളെ ജീവിതത്തെ സ്വാധീനിച്ചു കഴിഞ്ഞു. അതിന് ടെക്നോളജിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനൊരു മെറിറ്റും ഉണ്ട്, ഈ പറഞ്ഞ മാതിരിയുള്ള ചില പ്രശ്നങ്ങളത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മാധ്യമപ്രവർത്തകനായിരുന്ന കാലത്ത് ജയേന്ദ്രൻ മാഷിക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ആ വിഷയവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുമ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ മേഖലയിൽ, ലിംഗവിവേചനത്തിൻ്റെ മേഖലയിൽ ഇതെത്രത്തോളം ഈ ഒളി ക്യാമറകളൊക്കെ പ്രവർത്തിക്കുന്നു, സദാചാര പോലീസിൻ്റെ പണി അതെങ്ങനെ എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിരീക്ഷണം ജയേന്ദ്ര മാഷ്. ഇത് ഈ ക്യാമറ എന്ന ഇതിലേക്ക് നമ്മുടെ ചർച്ച മാറിയതുകൊണ്ട് ക്യാമറ ഉപയോഗിക്കപ്പെട്ടത് തന്നെ വയലൻസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മെയിൽ വയലൻസിനെ ഒരു സമൂഹത്തിന് മുകളിൽ ഒരു ആധിപത്യ രൂപമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ക്യാമറ ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് കൊളോണിയൽ പീരീഡിൽ, കോളനി കാലത്ത് ലോകത്തെമ്പാടും ഉപയോഗിച്ചിട്ടുള്ളത് മൃഗങ്ങളെ വേട്ടയാടുന്ന വെള്ളക്കാരുടെ ഫോട്ടോ എടുത്ത് ഭിത്തിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ വയനാട്ടിലും നീൽഗിരീസിലും മൂന്നാർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ധാരാളം ഫോട്ടോസ് കാണാം. ഈ ഫോട്ടോസ് എല്ലാം തന്നെ ഹണ്ടിങ് മാനാണ്. വെച്ചാൽ മൃഗങ്ങളെ, പുലിയെയും കടുവയും വേട്ടയാടുകയും അതിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ച് തോക്കുമായി നിൽക്കുന്ന പുരുഷൻ, ആ പുരുഷൻ്റെ ഫോട്ടോ എടുക്കുകയും ഭിത്തിയിൽ വയ്ക്കുകയും ചെയ്യുക. ഇത് സൃഷ്ടിച്ചത് ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനാണ് എന്ന ഒരു സൂചന, ഒരു സന്ദേശം പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാമറ ഉപയോഗിക്കപ്പെട്ടത്. ആദ്യം അവിടെ സ്ത്രീകളെ ചിത്രീകരിച്ചത് വളരെ രസകരമായിട്ടാണ്. സ്ത്രീകളെ ചിത്രീകരിച്ചത് പലപ്പോഴും ഈ പഴയ കൊളോണിയൽ പീരീഡിലുള്ള ഫോട്ടോഗ്രാഫ്സുകൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീകൾ പലപ്പോഴും ഫിഷിംഗ്, ചൂണ്ടയിടുന്ന ഒരാൾക്കാരാണ് സ്ത്രീകൾ. അത് ഒരു നിയമം ഉണ്ടായിരുന്നു, ഹണ്ടിങ് പുരുഷനും ഫിഷിംഗ്, ആംഗ്ലിങ് സ്ത്രീകൾക്കുമായി വിഭജിച്ചിരുന്നു. അങ്ങനെ ചിത്രം. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന സ്ത്രീ, പൂന്തോട്ടം നനയ്ക്കുന്ന സ്ത്രീ, തുന്നൽ നടത്തുന്ന സ്ത്രീ, ഇതൊക്കെ മാത്രമാണ് നിങ്ങൾക്ക് കൊളോണിയൽ പീരീഡിൽ കിട്ടുന്ന ഫോട്ടോസ്. ഹണ്ടിങ് എപ്പോഴും പുരുഷൻ്റേതാണ്. മാത്രമല്ല അവർ വേട്ടയാടിയത് പലപ്പോഴും കടുവയാണ്. കടുവ യൂറോപ്പിലില്ല എന്നാണ് പറയുന്നത്. യൂറോപ്പിൽ കടുവയില്ലാത്തത് കൊണ്ട് അവർ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും കടുവയെ വേട്ടയാടുകയും അങ്ങനെ ലോകത്തെ ഏറ്റവും ശക്തരായ മൃഗത്തെ വേട്ടയാടി അതിന് മുകളിൽ കാലെടുത്ത് വെച്ച് നിൽക്കുകയും ചെയ്ത ആളുകളായി മാറി. അങ്ങനെ ലോകത്തെ കീഴടക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം ക്യാമറയായിരുന്നു. അപ്പോൾ മെയിൽ ഗെയ്സ് അവിടെയാണ് ആരംഭിക്കുന്നത്. എന്ന് മാത്രമല്ല ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തത് രണ്ടാമത് നമ്മുടെ ഇൻഡിനീസ് ആയിട്ടുള്ള ആളുകളുടെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. വെച്ചാൽ ഗോത്രവർഗ്ഗക്കാരുടെ ഫോട്ടോസ് എടുക്കുക. ഫോട്ടോസ് എടുത്തിട്ട് അവരെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി എത്തനോഗ്രാഫി ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായി ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിപ്പോഴും പലർക്കും ലഭ്യമാണ് എത്തനോഗ്രാഫിക് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെ കാണിക്കാർ അതുപോലെ തന്നെ പലതരം ഗോത്ര വിഭാഗങ്ങളുടെ ഫോട്ടോസ് എടുത്തിട്ടുള്ളത് നമുക്ക് ലഭ്യമാണ്.
അതേസമയം നമുക്ക് പിന്നീട് അറിയുന്നൊരു സംഗതി വെച്ചാൽ ഇവർ ഈ എടുത്ത ഫോട്ടോസൊക്കെ തന്നെ അത് ന്യൂഡ് ഫോട്ടോസാണ് അധികവും, പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത ന്യൂഡ് ഫോട്ടോസ് പിന്നീട് കൊളോണിയൽ ഏരിയയിൽ പോൺ മാർക്കറ്റിൽ വിറ്റഴിക്കുകയാണ് ചെയ്തത്, പോസ്റ്റ് കാർഡ് രൂപത്തിൽ വിറ്റഴിക്കുകയാണ് ചെയ്തത്. അതേസമയം അവർ എത്നോഗ്രഫി ആവശ്യത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുകയും അതേസമയം അത് പോൺ മാർക്കറ്റിൽ വിറ്റഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്. അപ്പോൾ ക്യാമറ ഉപയോഗിക്കപ്പെട്ടത് മെയിൽ ഗെയ്സ് എന്ന് ടീച്ചർ പറഞ്ഞതുപോലെ മെയിൽ ഗെയ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുരുഷ നോട്ടത്തെ തൃപ്തിപ്പെടുത്തുകയും പുരുഷ തൃഷ്ണയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധി എന്ന നിലയിലാണ് ക്യാമറ ഉപയോഗിക്കപ്പെട്ടത്. ഇന്നും ആ ഉദ്യമത്തിൽ നിന്ന് ക്യാമറ എത്രത്തോളം മാറി നിൽക്കുന്നു നമുക്കറിയില്ല. ക്യാമറ ഇന്നും നിൽക്കുന്നത് അതാണ്. എന്നു മാത്രമല്ല, ഇന്ന് നമ്മുടെ ചുറ്റും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വിഷ്വൽസ് എന്ത് ചെയ്യുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ വീട്ടിൽ തിരിച്ചു കയറുന്നത് വരെ ക്യാമറയുണ്ട്, ക്യാമറയ്ക്കുള്ളിലൂടെ സഞ്ചരിക്കും. ഈ വിഷ്വൽസ് എല്ലാം എന്ത് ചെയ്യുന്നു? ഈ വിഷ്വൽസ് എല്ലാം പലതരം പഠനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷ്വൽസിൽ പഠിക്കുന്നത് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചലനത്തെ, നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ മൂവ്മെൻറ്റിനെ, നമ്മുടെ വൈകാരികമായിട്ടുള്ള നമ്മുടെ ചലനങ്ങളെയൊക്കെ നിരീക്ഷിക്കുകയും അതിനെല്ലാം കൃത്യം കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് AI സംവിധാനത്തോടുകൂടി നാളെ നമ്മൾ ചിരിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു AI സംവിധാനം വരും. നമ്മൾ തീവ്രവാദിയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് ഈ ക്യാമറയുടെ ഉപയോഗത്തിൽ. അപ്പം ഈ ബിഗ് ഡാറ്റ അല്ലെങ്കിൽ ഇത്തരം ഡാറ്റകൾ ഉപയോഗിക്കുന്നത് ഇത്തരം ആവശ്യങ്ങൾക്കായി മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നത് വെറുതെയല്ല. നാളെ നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ചലനത്തിൽ അല്പമെങ്കിലും അസ്വാഭാവികതയുണ്ടെങ്കിൽ നിങ്ങൾ കള്ളനാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊള്ളക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാമുകനാണ്, അല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് പിടിക്കും. അത് പിടിക്കുന്നത് മനുഷ്യരായിരിക്കില്ല, ഈ ക്യാമറയായിരിക്കും. അവിടെ നമുക്ക് ഇതിന് തിരുത്തി കൊടുക്കാനുള്ള മാർഗ്ഗങ്ങൾ നമുക്കില്ല എന്നുള്ളതും ഒരു പ്രധാനമാണ്. എനിക്ക് തോന്നുന്നത് ഈ നർത്തകരെയും കഥകളിക്കാരെയും ഒക്കെ ഉപയോഗിച്ച് അവരുടെ ഭാവങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ട് ഈ AI സഹായത്തോടുകൂടി ഏതൊക്കെ ഭാവങ്ങളിലാണ് മനുഷ്യർ പെരുമാറാൻ സാധ്യതയുള്ളത്, അങ്ങനെ അത്തരം പഠനങ്ങളിലേക്ക് വരെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ മെയിൽ ഗെയ്സ് എന്ന് പറയുന്ന സംഗതി ഒരിടത്ത് അവസാനിച്ച് പോവുകയല്ല ചെയ്യുന്നത്, പലതരം അധികാര രൂപങ്ങളിലേക്ക് അത് മാറി 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 തുടരുക. അത് കേവല ഭരണകൂടം എന്നുള്ളതല്ല, ഭരണകൂടങ്ങളെ അട്ടിമറിക്കുകയും ഭരണകൂടത്തെ നിലനിർത്തുകയും ചെയ്യും. നമുക്കറിയാം 2000-ന് ശേഷം ലോകത്ത് നിലവന്നിട്ടുള്ള തീവ്ര വലതു സ്വഭാവമുള്ള ഭരണകൂടങ്ങളെല്ലാം സൃഷ്ടിച്ചത് നമ്മുടെ ഈ പറയുന്ന സർവൈലൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത്. എല്ലാ ഭരണകൂടങ്ങളും, ഇന്ത്യ അടക്കം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഭ്രാന്തന്മാരായിട്ടുള്ള ഭരണാധികാരികളെയും സൃഷ്ടിച്ചത് ഈ ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിൻ്റെ ഉപയോഗത്തോടുകൂടിയാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുമെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് കൂടി തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളിടത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുകൂടി ഓർത്തുകൊണ്ട് അവസാനിപ്പിക്കും. ഡിസ്കഷൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്കെന്തെങ്കിലും ചോദ്യങ്ങൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ആ മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ചോദ്യത്തിൻ്റെ സമയമാണ്. സർവൈലൻസിനെ പറ്റി സംസാരിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്, ഈ ജെൻഡറും സർവൈലൻസും വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ ബൈനറി ആയിട്ട് സ്ത്രീകളെ എങ്ങനെ സർവൈൽ ചെയ്യുന്നു, ആണുങ്ങളെ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, മെയിൽ കേസിൽ എങ്ങനെ സർവൈലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതുവരെ കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇതൊരു ട്രാൻസ്ജെൻഡറോ അല്ലെങ്കിൽ നോൺ ബൈനറി ആയിട്ടുള്ള ഒരു പേഴ്സണിന് ഐഡൻറ്റിറ്റിയും എക്സ്പീരിയൻസും വരുന്ന സമയത്ത് ഈ സർവൈലൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആൻഡ് ഈ സർവൈലൻസ് എന്തിൻ്റെ ബേസിസിൽ, അതായത് അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം അല്ല, ഈ നോൺ ബൈനറി ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ബൈനറി സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് സർവൈലൻസ് നടത്തുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ മുഴുവൻ അതൊരു ബൈനറി ഇതിലാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ വിഷയം കേട്ടപ്പോൾ തന്നെ നമ്മളുടെ പ്രധാന കൺസേൺ അത് തന്നെയായിരുന്നു. വീണ്ടും നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ പോകുന്നത് ബൈനറിയിലേക്ക് തന്നെയാണ്. അതൊരു പ്രശ്നമായിരുന്നു. പക്ഷെ നമ്മളുടെ പെർസ്പെക്റ്റീവ് നമ്മൾ ഈക്വലി ഫ്ലൂയിഡായിട്ട് തന്നെ നിലനിർത്തേണ്ടതുണ്ട് എന്നും ഈ ബൈനറി എന്ന യാഥാർത്ഥ്യം നമുക്കതിനെ ഫൈറ്റ് ചെയ്യാം. അമിത് പറഞ്ഞ പോലെ നിതാന്തമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ക്യാരി ചെയ്യുന്നൊരു സാധനമാണ്. അമിത് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും നൃത്തത്തിലെ കൂടെ അല്ലെങ്കിലും നമ്മൾ വേറെ നിലയ്ക്കുള്ള ഇടപെടലുകൾ കൂടെയൊക്കെ ആയിരിക്കും നമ്മളും ഇതൊക്കെ തന്നെ പൊളിച്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അത്ര എളുപ്പവുമല്ല. പക്ഷേ ഇത് നടക്കേണ്ടത് അവനവൻ്റെ അകത്ത് തന്നെയാണ് എന്നതുകൊണ്ട് ഐ ഡോണ്ട് ബിഹേവ് ദ വേ ദറ്റ് ദേ എക്സ്പെക്ട് മീ ടു ബിഹേവ്.
അങ്ങനെ മാത്രമേ എനിക്ക് ബൈനറി ഫൈറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. ഞാനത് അവർ പ്രതീക്ഷിക്കുന്ന, അവരാഗ്രഹിക്കുന്ന മോഡൽ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടല്ല ഞാൻ എന്നെ കൺസീവ് ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ മറുപടി പറഞ്ഞത്. ആ മാറ്റങ്ങൾ ഉള്ളിൽ തന്നെയാണ് വരേണ്ടത് എന്നാണ്. അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് ഈ ക്യാമറ, അതുകൊണ്ട് അത് ഫിസിക്കൽ ക്യാമറ അല്ല എന്നൊക്കെ എനിക്ക് പറയേണ്ടി വന്നത്. ഫോർ മീ ദറ്റ് ബൈനറി ഡസൻ എക്സിസ്റ്റ്. അതില്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല, കാരണം അതിവിടെ നിലനിൽക്കുന്നതാണ്, വളരെ റിജിഡാണ്. പക്ഷെ ദ ഫൈറ്റ് വിൽ ബി ഓൺ. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നു എന്താണ് ഫ്ലൂയിഡ് ആയിട്ടുള്ള അവസ്ഥ എന്ന് മനസ്സിലാവാത്തവരല്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞതെന്ന് അതാണ് പുറത്ത് വന്നത് എങ്കിൽ വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒട്ടും ബൈനറീൻ്റെ മേലെ ആണ് ഇട്ടുകൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നതും അതേക്കുറിച്ച് സംസാരിച്ചതും. അതിനോടൊപ്പം ഒരു കാര്യം കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. ഈ സർവൈലൻസിൻ്റെ ഒരു പുതിയ കാലം വരുമ്പോഴേക്കും അവിടെ ജെൻഡർ ഒരു ഘടകമേ അല്ല, ഡാറ്റ മാത്രമാണ്. അതായത് നമ്മൾ പഴയ തരത്തിലുള്ള ക്യാമറ സർവൈലൻസിലല്ല, മറിച്ചൊരു ബയോമെട്രിക് സർവൈലൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ബയോമെട്രിക് സർവൈലൻസിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഫോൺ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏത് വരി വായിച്ചപ്പോഴാണ് കൂടുതൽ നമുക്ക് വൈകാരികമായ ഉദ്വേഗം ഉണ്ടായത്, നിങ്ങൾക്ക് ആ തരത്തിലുള്ള കണ്ടൻറ്റുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ എല്ലാ ബൈനറികളിൽ നിന്നും പുറത്താക്കി നിങ്ങളെ ഒരു ഉപകരണം, ഒരു മാർക്കറ്റിംഗിന് സാധ്യമായൊരു ഉപകരണം മാത്രമാക്കി കണ്ടു കഴിഞ്ഞു. അത് ഏത് തരത്തിലുള്ള ജെൻഡർ ഇതിൽ പെടുമ്പോഴും നമ്മൾ ഒരു പുതിയ മാർക്കറ്റിംഗ് സംഗതിയിൽ, ഒരു പുതിയ സർവൈലൻസ് രീതിയിൽ നമ്മൾ അവിടെ അവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ഏത് രീതിയിലും റീഡ് ചെയ്യാവുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ സർവൈലൻസിൽ. അപ്പോൾ ഒരു ബയോമെട്രിക് സർവൈലൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിലൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ തലച്ചോറിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് കൂടി അവർ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഴയ അവസ്ഥയിൽ നമ്മുടെ ഒരു സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിൽ ഈ ബൈനറികളും അല്ലാതെയും കടന്നു വരുമ്പോഴും ഒരു ടെക്നോളജി മാറുന്നത് എൻ്റെ ഈ സംഗതിയെ നിങ്ങളുടെ ജെൻഡറിനെ തന്നെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് ആണ് മാറുന്നതെന്നുള്ളതാണ് അനുഭവം.